Good morning, my dear students. Welcome to our SS class. Today, I am going to explain about socialism in Russia. What do you mean by socialism? Socialism is an economic and political system where means of productions are owned by state or society, not by the private individuals. Understand? There are many political parties exist in Europe before 1940. ധാരാളം പൊളിറ്റിക്കൽ പാർട്ടീസ് 1914 മുൻപ് തന്നെ യൂറോപ്പിലുണ്ടായിരുന്നു. ബട്ട് ദേ വെയർ ഇല്ലീഗൽ. എന്നാൽ ഇത് ഇല്ലീഗൽ ആയിരുന്നു, നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള പാർട്ടികളായിരുന്നു. The party like the Russian Social Democratic Workers' Party was found in 1898 by socialists. 1898 ഉണ്ടായിരുന്ന പാർട്ടിയായിരുന്നു the Russian Social Democratic Workers' Party. This party was founded by socialists. ഈ പാർട്ടി ഫൗണ്ട് ചെയ്തിരുന്നത് സോഷ്യലിസ്റ്റ് ആയിരുന്നു. These parties respected Marx ideas. ഈ പാർട്ടി ഫോളോ ചെയ്തിരുന്നത് കാൾ മാർക്സ് ഐഡിയാസ്, കാൾ മാർക്സിന്റെ ഐഡിയാസ് ആയിരുന്നു. What were the ideas of Karl Marx? Karl Marx argued that replacing private ownership with cooperative ownership. അദ്ദേഹം ആർഗ്യൂ ചെയ്തിരുന്നത് റീപ്ലേസിംഗ് പ്രൈവറ്റ് ഓണർഷിപ്പ് മാറ്റിയിട്ട് വിത്ത് കോപ്പറേറ്റീവ് ഓണർഷിപ്പ്, സഹകരണ അടിസ്ഥാനത്തിലാണ് ഇൻഡസ്ട്രീസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സെക്കൻഡ് പോയിന്റ് ഈസ് ദാറ്റ് ഓൾ പ്രോപ്പർട്ടി വാസ് സോഷ്യലി കൺട്രോൾഡ്. എല്ലാ പ്രോപ്പർട്ടിയും സോഷ്യലായിട്ട് കൺട്രോൾ ചെയ്യണം, നോട്ട് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ല കൺട്രോൾ ചെയ്യേണ്ടത്. തേർഡ് വൺ, കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി വാസ് എ നാച്ചുറൽ സൊസൈറ്റി ഓഫ് ഫ്യൂച്ചർ. കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയാണ് ഫ്യൂച്ചറിലെ നാച്ചുറൽ സൊസൈറ്റി ആയിട്ട് മാറേണ്ടത്. ദീസ് ആർ ദ ഐഡിയാസ് ബൈ കാറൽ മാർക്സ്. ദ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഫോളോ ദ മാർക്സ് ഐഡിയാസ്. However, because of government policy, it had to operate an illegal organization. ഈ പാർട്ടി ഗവൺമെന്റിന്റെ പോളിസീസ് പിന്തുടർന്നുണ്ടെങ്കിലും they were an illegal organization. നിയമവിരുദ്ധമായിട്ടുള്ള ഓർഗനൈസേഷൻ ആയിരുന്നു ഈ പാർട്ടികൾ. It set up a newspaper, mobilized workers and organized strikes. എന്നാൽ ഈ പാർട്ടീസ് ന്യൂസ് പേപ്പർ അച്ചടിക്കുക, മൊബിലൈസ്ഡ് വർക്കേഴ്സിനെ അണിനിരത്തുക, ആൻഡ് ഓർഗനൈസ്ഡ് സ്ട്രൈക്സ് ഓർഗനൈസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഈ ഡെമോക്രാറ്റിക് പാർട്ടി ചെയ്തിരുന്നത്. സം റഷ്യൻ സോഷ്യലിസ്റ്റ് felt that the Russian present custom of dividing land periodical made them natural socialists. എന്നാൽ ചില റഷ്യൻ സോഷ്യലിസ്റ്റ് who were socialist, the person who follow the ideas of socialism. സോഷ്യലിസം എന്ന ആശയത്തെ ഫോളോ ചെയ്യുന്നവരെയാണ് നമ്മൾ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. During that time, some socialists exist in Russia, in other parts of Europe. Russian socialists felt that Russian peasant custom of dividing land periodically, റഷ്യൻ പെസൻസിൻ്റെ കസ്റ്റമായിരുന്നു
ലാൻഡ് പീരിയോഡിക്കലായിട്ട് ഡിവൈഡ് ചെയ്യുക. പീരിയോഡിക്കലി മീൻസ് റെഗുലർ ഇൻ്റർവെൽ ആയിട്ട് ലാൻഡ്സിനെ ഡിവൈഡ് ചെയ്യുക ആൻഡ് ഗിവൺ ടു ദ പെർസൺസ്, അത് പെർസൺസിന് നൽകുമായിരുന്നു. Then they made them natural socialist. അങ്ങനെ ലാൻഡ് ഡിവൈഡ് ചെയ്ത് പെർസൺസിന് ആവശ്യമായിട്ടുള്ള നൽകുന്ന അവരെയാണ് പിന്നീട് നാച്ചുറൽ സോഷ്യലിസ്റ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. സോ പെസന്റ് നോട്ട് വർക്കേഴ്സ് അക്കോർഡിംഗ് ടു റഷ്യൻ സോഷ്യലിസ്റ്റിന്റെ അഭിപ്രായത്തിൽ പെസൻസ് നോട്ട് വർക്കേഴ്സ്, പെസൻസ് ഫാർമേഴ്സ് വർക്കേഴ്സ് അല്ല, would be the main force of revolution. റവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഫോഴ്സാണ് പെസൻസ്, അല്ലാതെ അവർ വർക്കേഴ്സ് മാത്രം ആയിരുന്നില്ല. വൈ? ബിക്കോസ് റഷ്യൻ പെസൻസ് custom of dividing the land periodically made them natural socialist. ലാൻഡ് ഡിവൈഡ് ചെയ്ത് ആവശ്യക്കാർക്ക് നൽകുക, അങ്ങനെ അവർ നാച്ചുറൽ സോഷ്യലിസ്റ്റ് ആയി മാറുന്നു. സോ ദാറ്റ് peasants are not workers but they would be the main force of revolution. Understand? And Russia could become socialist more quickly than other countries. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് റഷ്യ എന്താണ് സോഷ്യലിസ്റ്റ് കൺട്രി ആയിട്ട് പെട്ടെന്ന് തന്നെ മാറാൻ സാധിക്കും. സോഷ്യലിസ്റ്റ് വെയർ ആക്റ്റീവ് in countryside through late 19th century. 19th സെഞ്ച്വറിയുടെ അവസാന കാലഘട്ടത്തിൽ സോഷ്യലിസ്റ്റ് വളരെയധികം ആക്റ്റീവായിരുന്നു. They formed the Socialist Revolutionary Party in 1900. ഈ സോഷ്യലിസ്റ്റ് ചേർന്നുകൊണ്ടൊരു പാർട്ടി രൂപീകരിച്ചു, സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടി ഇൻ 1900. ഈ റഷ്യയിലെ സോഷ്യലിസ്റ്റ് ചേർന്നുകൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കി, സോഷ്യൽ റവല്യൂഷണറി പാർട്ടി. ദ പാർട്ടി സ്ട്രഗിൾ ഫോർ പേഴ്സൺസ് റൈറ്റ്. ഈ പാർട്ടി പേഴ്സൺസിന്റെ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. പേഴ്സൺസ് മീൻസ് ഫാർമേഴ്സിന്റെ റൈറ്റിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. ആൻഡ് ഡിമാൻഡഡ് ദാറ്റ് land belonged to nobles be transferred to peasants. അവർ പറയുന്നത് ലാൻഡ് നോബൽസിന്റെ കയ്യിലുണ്ടായിരുന്ന ലാൻഡ് പെസൻസിലേക്ക് കൈമാറണം. സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടി ഫോർട്ട് ഫോർ പെസൻസിന് വേണ്ടിയിട്ട് അവർ യുദ്ധം ചെയ്തു. They demanded that land belongs to nobles be transferred to peasants. നോബിൾസിന്റെ ശ്രേഷ്ഠരായിട്ടുള്ള അല്ലെങ്കിൽ ഭൂവുടമകളിലുള്ള ലാൻഡ് പെസൻസിലേക്ക് കൈമാറണം. സോഷ്യൽ ഡെമോക്രാറ്റ്സ് disagreed with socialist revolutionaries about peasants. എന്നാൽ സോഷ്യൽ ഡെമോക്രാറ്റ് ഇതിന് എതിരായിരുന്നു. സോഷ്യൽ ഡെമോക്രാറ്റ് disagreed with socialist revolutionaries about peasants. പെസന്റിന്റെ കാര്യത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റ്സ് സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടിയോട് എതിരായിരുന്നു. വൈ? ബിക്കോസ് ലെനിൻ felt that peasants were not one united group. Some were poor and others rich. Some worked as laborers while others were capitalists who employed workers. Given this differentiation with them, they could not be all part of a socialist movement. Lenin. Who was Lenin? Lenin was the leader of Russia. റഷ്യയുടെ ലീഡർ ആയിരുന്നു ലെനിൻ. ഫുൾ നെയിം ഈസ് വ്ളാഡിമിർ ലെനിൻ. അദ്ദേഹം പറയുന്നത് വർക്കേഴ്സ് വെയർ നോട്ട് വൺ യുണൈറ്റഡ് ഗ്രൂപ്പ്. വർക്കേഴ്സ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൽപ്പെട്ടയാളല്ല. സം വെയർ പുവർ ആൻഡ് അതേഴ്സ് റിച്ച്. ചിലര് പാവപ്പെട്ടവരാണ്, ചിലര് പണക്കാരാണ്. സം വർക്ക് ആസ് ലേബറേഴ്സ്. ചിലര് ലേബറേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. വൈൽ അതേഴ്സ് വെയർ ക്യാപിറ്റലിസ്റ്റ്. ചിലര് മുതലാളിമാരാണ്.
but who employed workers. എന്നാൽ വർക്കേഴ്സിനെ പോലെ അവരെ ജോലി ചെയ്യുന്നു. There is no uniformity among workers. വർക്കേഴ്സിനിടയിൽ യൂണിഫോമിറ്റി ഉണ്ടായിരുന്നില്ല. Given this differentiation, within them they could not all be part of a revolution movement. ഇങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽപ്പെട്ടവരായതുകൊണ്ട് എല്ലാവരും മൂവ്മെൻറ്റിൽ പങ്കെടുക്കണമെന്നില്ല. ദാറ്റ്സ് വൈ സോഷ്യൽ ഡെമോക്രാറ്റ്സ് disagreed with socialist revolutionaries about peasants. അതുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റ്സ് പെസന്റിന്റെ കാര്യത്തിൽ സോഷ്യൽ റവല്യൂഷണറി പാർട്ടിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്. The party was divided over the strategy of organization. എന്നാൽ this party was divided. Strategy means master plan. ഓരോ ഓർഗനൈസേഷൻ്റെയും മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് അവർ രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ദേ ആർ ബോൾഷെവിക് ഗ്രൂപ്പ് ആൻഡ് മെൻഷെവിക് ഗ്രൂപ്പ്. വ്ളാഡിമിർ ലെനിൻ ലെഡ് ദ ബോൾഷെവിക് ഗ്രൂപ്പ്. വ്ളാഡിമിർ ലെനിനാണ് ബോൾഷെവിക് ഗ്രൂപ്പിനെ നയിച്ചിരുന്നത്. He thought that in a repressive society like SARS, Russia, the party should be disciplined and should control the number and the quality of its members. Vladimir Lenin led the Bolshevik group. Bolshevik group should be disciplined. Bolshevik group disciplined ആയിരുന്നു. And should control the number of quality of its members. അവരുടെ മെമ്പേഴ്സിൽ ലിമിറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ, അതുപോലെ തന്നെ ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതേഴ്സ് വെയർ മെൻഷെവിക്. മെൻഷെവിക് ഫൗണ്ടഡ് ബൈ കെറൻസ്കി. മെൻഷെവിക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നത് കെറൻസ്കി ആയിരുന്നു. But these groups should be open to all. ഈ ഗ്രൂപ്പ് എല്ലാ മെമ്പേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു. The party was divided into two major groups. The first one is Bolshevik and the other is Menshevik. Bolshevik was founded by Vladimir Lenin. Menshevik was founded by Kerensky. Understand? What's the difference between Bolshevik and Menshevik? Bolshevik represented a majority group, that is known as Bolshevik group. Bolshevik party should be disciplined and should control the number and the quality its members. Second one, Menshevik. Menshevik represented a minority group, that is known as Menshevik. Menshevik party should be open to all. These are the difference between Bolshevik party and the Menshevik party. Understand this concept? In this topic, we discussed about two major political parties. First one, the Russian Social Democratic Workers' Party, and the other is Socialist Revolutionary Party in 1900. The party was divided into two major groups, Bolshevik groups and Menshevik. I hope you understood this concept. Thank you children. Thank you so much.